Modifying the display of content എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് ഡിസ്പ്ലേ, മാനേജിംഗ് ഫുൾ കണ്ടന്റ് ഡിസ്പ്ലേ, മാനേജിംഗ് ഡിസ്പ്ലേ ടീസർ എന്നിവ. ഈ ട്യൂട്ടോറിയൽ രേഖപ്പെടുത്തുവാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, Drupal 8, ഫയർഫോക്സ് വെബ് ബ്രൗസർ തുടങ്ങിയവയാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് വെബ് ബ്രൗസറും ഉപയോഗിക്കാം. നമുക്ക് നേരത്തെ സൃഷ്ടിച്ച നമ്മുടെ വെബ്സൈറ്റ് തുറക്കാം. ഇവിടെ കണ്ടന്റ് ഉണ്ട്. അത് എങ്ങനെയാണ് Drupalൽ കാണപ്പെടുന്നത് എന്നും അത് പേജിലേക്ക് എങ്ങനെ റെൻഡർ ചെയ്യപ്പെടുന്നു എന്നും നോക്കാം. ടീസർ മോഡിൽ നമുക്ക് റീഡ് മോർ എന്ന ഓപ്ഷനോട് കൂടിയ ടൈറ്റിൽ, ബോഡി എന്നിവ ഉണ്ട്. നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ കണ്ടന്റും ആകാം. ഡിഫോൾട്ടായി Drupal ഹോം പേജിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ട 10 നോഡുകളുടെ ഔട്ട്പുട്ട് Drupal കാണിക്കുന്നു. പേജിന്റെ താഴത്തായി ചില ക്രമീകരണങ്ങൾ കാണാം. 1, 2, 3, നെക്സ്റ്റ്, ലാസ്റ്റ് എന്നിങ്ങനെ. നമ്മൾ ലാസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ടീസർ മോഡിലുള്ള നോഡുകളുടെ ഒരു ലിസ്റ്റിംഗ് റീഡ് മോർ എന്നതോടുകൂടി ടൈറ്റിലിനു ശേഷം കാണാവുന്നതാണ്. ഇത് അപ്പീലിംഗ് അല്ല. Drupal വ്യൂ മോഡ്സ് സെറ്റപ്പ് ചെയ്യുവാൻ നമ്മളെ അനുവദിക്കുന്നു. സ്ട്രക്ചർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക, പിന്നീട് കണ്ടന്റ് ടൈപ്സ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇവന്റ്സ് കണ്ടന്റ് ടൈപ്പിലെ ലേഔട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്ത് മാനേജ് ഡിസ്പ്ലേ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. മാനേജ് ഡിസ്പ്ലേ ടാബിന്റെ മുകളിൽ ഡിഫോൾട്ട് ടീസർ എന്നിങ്ങനെ കാണാം. ഡിഫോൾട്ട് എന്നത് ഡിഫോൾട്ട് ലേഔട്ട് ആണ്. ഇവിടെ നമ്മൾ ഫുൾ വ്യൂ ലേഔട്ട് ആഡ് ചെയ്യുവാൻ പോകുന്നു. അടുത്തത് ടീസർ ലേഔട്ട് ആണ്. ടീസർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ടീസർ മോഡിൽ ഇവന്റ് ഡിസ്ക്രിപ്ഷൻ മാത്രമാണ് കാണാവുന്നത്. ലിങ്ക് എന്നത് റീഡ് മോർ ലിങ്ക് ആണ്. ട്രിംഡ് ലിമിറ്റ് 600 ക്യാരക്ടേഴ്സ് എന്ന് ഇവിടെ പറയുന്നു. നമ്മുടെ ഇവന്റ് കണ്ടന്റ് ടൈപ്പിന്റെ ടീസർ മോഡ് കുറച്ചുകൂടി നന്നാക്കുവാൻ വേണ്ടി നമുക്ക് ചില അപ്ഡേറ്റുകൾ ചെയ്യാം. മുന്നോട്ട് പോകുന്നതിന് മുൻപായി Drupal നൽകുന്ന ലേഔട്ട് എന്താണ് എന്ന് നമുക്ക് പഠിക്കാം. സ്ട്രക്ചർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക, പിന്നീട് ഡിസ്പ്ലേ മോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. വ്യൂ മോഡ്സ് ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ ഫോം മോഡ്സ് കൂടി ഉണ്ട്. എങ്ങനെയാണ് ഡാറ്റ എൻറർ ചെയ്യുന്നത് എന്നതിന്റെ ലേഔട്ട് ആണ് ഫോം മോഡ്സ്. ഡാറ്റ എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്നതിന്റെ ലേഔട്ട് ആണ് വ്യൂ മോഡ്സ്. വ്യൂ മോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടന്റ് വ്യൂ മോഡിനു താഴെയായി ഫുൾ കണ്ടന്റ്, RSS, സെർച്ച് ഇൻഡെക്സ്, സെർച്ച് റിസൾട്ട്സ്, ടീസർ എന്നിങ്ങനെ നമുക്ക് കാണാം. നമുക്ക് ഒരു പുതിയ കണ്ടന്റ് വ്യൂ മോഡ് കൂടി ചേർക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം, Drupalന് പുറത്തുനിന്ന് നമുക്ക് ഒന്നും ചേർക്കുവാൻ സാധിക്കില്ല. നമുക്ക് ബ്ലോക്സ്, കമന്റ്സ്, ടാക്സോണമി ടേംസ്, യൂസേഴ്സ് എന്നിവ കൂടി ഉണ്ട്. നമ്മുടെ വ്യൂ മോഡിലേക്ക് ഇതിൽ ഏതെങ്കിലും ആഡ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇത് ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം ഇവിടെ ലഭ്യമാണ്. പക്ഷേ എല്ലാ കണ്ടന്റ് ടൈപ്പിനും ഇവയെല്ലാം അനുവദനീയമല്ല. നമുക്ക് തിരിച്ചുപോയി അത് ചെയ്യാം. സ്ട്രക്ചറിലേക്ക് തിരിച്ചു പോകുക. കണ്ടന്റ് ടൈപ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവന്റ്സ് കണ്ടന്റ് ടൈപ്പിലെ മാനേജ് ഡിസ്പ്ലേ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഒരിക്കൽ കൂടി ഈ പേജിൽ ഡിഫോൾട്ട്, ടീസർ എന്നിവ നമുക്കുണ്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കസ്റ്റം ഡിസ്പ്ലേ സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഫുൾ കണ്ടന്റ് എന്നതിന് ചെക്ക് മാർക്ക് കൊടുക്കുക. നമ്മൾ സാധാരണയായി ഒരു നോഡിലേക്ക് നോക്കുമ്പോൾ ഇത് ഫീൽഡ്സ് ലേഔട്ട് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യുവാൻ അനുവദിക്കുന്നു. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിലായി നമുക്ക് ഫുൾ കണ്ടന്റ്, ടീസർ എന്നിവ ഉണ്ട്. അടുത്തതായി നമ്മൾ ഈ രണ്ട് വ്യൂ മോഡ്സും എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നു എന്ന് പഠിക്കാം. ആദ്യം ഫുൾ കണ്ടന്റ് വ്യൂ അപ്ഡേറ്റ് ചെയ്യാം. ഇവയെല്ലാം നമ്മുടെ ഫുൾ കണ്ടന്റിന്റെ ലേഔട്ട് ആണ്. എങ്ങനെയാണ് ലേബൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നതനുസരിച്ചുള്ള ഓർഡറിലാണുള്ളത്. ഓർമ്മ പുതുക്കാനായി നമുക്ക് ഇവന്റ് എന്നതിലേക്ക് തിരിച്ചു പോകാം. Drupal camp Cincinnati എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ബോഡി എന്നത് മുകളിലാണ്. ഇവന്റ് വെബ്സൈറ്റ്, ഡേറ്റ്, ടോപ്പിക്സ്, ലോഗോ എന്നിവ നമുക്ക് ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഒഴിവാക്കി നമുക്ക് ഇത് കുറച്ചുകൂടി നന്നാക്കി കാണിക്കാം. ഇവന്റ്സിനു വേണ്ടി സ്ട്രക്ചറിലെ കണ്ടന്റ് ടൈപ്പ്, മാനേജ് ഡിസ്പ്ലേ എന്നിവ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഫുൾ കണ്ടന്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇവന്റ് ഡിസ്ക്രിപ്ഷൻ ഒരു
ഫുൾ മോഡ് ആണ്. ലോഗോയിന് താഴെയായി നമുക്ക് അത് ഡ്രാഗ് ചെയ്യാം. ലോഗോയുടെ ലേബൽ നമുക്ക് മറച്ചു പിടിക്കാം. ഒറിജിനൽ ഇമേജ് എന്നതിൽ നിന്ന് മീഡിയം സൈസ് ആക്കി അത് മാറ്റാം. ഇതാണ് ഇമേജ് സ്റ്റൈൽ. നമുക്ക് വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഇമേജ് സ്റ്റൈലിനെ കുറിച്ച് കൂടുതലായി പഠിക്കാം. നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് ഇമേജ് സ്റ്റൈലിലും ഏത് ഇമേജ് സൈസിലും ഇത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന എവിടെയും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഇവന്റ് ലോഗോ ഇടതുവശത്തായിരിക്കും, കാരണം തീം ഇമേജിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയി. ബോഡി അതിനെ ചുറ്റപ്പെടുന്നു. ഇവന്റ് ഡേറ്റ് എന്നതിന് ലേബൽ ഇൻലൈൻ എന്ന് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ ഫോർമാറ്റ് മാറ്റാവുന്നതാണ്. ഇപ്പോൾ വലതുവശത്തുള്ള ഗിയർ ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും ക്രമീകരിക്കുവാനാണ് സാധാരണയായി ഗിയർ ഉപയോഗിക്കുന്നത്. നമ്മൾ ഡിഫാൾട്ട് ലോങ് ഡേറ്റ് എന്നാക്കി ഇത് മാറ്റുന്നു. അപ്ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നല്ലത്. ഇവന്റ് സ്പോൺസേഴ്സ് എന്നത് ഇൻലൈൻ ആക്കി സൂക്ഷിക്കാം. ഔട്ട്പുട്ട് റഫറൻസ്ഡ് എന്റിറ്റിയുമായി ലിങ്ക് ചെയ്തതായി ശ്രദ്ധിക്കുക. ഇത് അർത്ഥമാക്കുന്നത് ഡ്രുബൽ ഗ്യാപ്പ് സിൻസിനാറ്റി യൂസർ ഗ്രൂപ്പാണ് സ്പോൺസർ ചെയ്യുന്നത് എങ്കിൽ ഇത് യൂസർ ഗ്രൂപ്പ് പേജുമായി ഒരു ലിങ്ക് ഉണ്ടാക്കും. ഇതാണ് ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവന്റ് ടോപ്പിക്സ് കോളം ആയി പ്രസന്റ് ചെയ്തതിനാൽ എബോവ് എന്നത് തിരഞ്ഞെടുക്കുക. ഒരിക്കൽ കൂടി ഇത് റഫറൻസ്ഡ് എന്റിറ്റിയുമായി ലിങ്ക് ചെയ്തിരിക്കുന്നു. ദയവായി ട്യൂട്ടോറിയൽ നിർത്തിയിട്ട് ഈ സ്ക്രീൻ എന്റേതുപോലെ കാണപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ നോഡ് ഫുൾ വ്യൂ മോഡിൽ നോക്കുക. കണ്ടന്റ്, ഇവന്റ് എന്നിവയിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഇവന്റ്സിന്റെയും ടെക്സ്റ്റിന്റെയും പേര് എന്റേതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. എന്തെന്നാൽ ഡിവൽ ലോറം ഇപ്സം എന്നത് ഉപയോഗിക്കുന്നു. ഏതെങ്കിലും ഇവന്റിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ ലേഔട്ട് ഇതുപോലെ കാണപ്പെടും. ഇത് വളരെ നല്ലതാണ്. ഇവന്റ് വെബ്സൈറ്റ്, ഇവന്റ് ഡേറ്റ്, ഇവന്റ് സ്പോൺസേഴ്സ്, ഇവന്റ് ടോപ്പിക്സ് എന്നതിന് കുറച്ച് പ്രശ്നമുണ്ട്. അതിനായി നമുക്ക് CSS ഉപയോഗിക്കാവുന്നതാണ്. അവരുടെ ലിങ്ക് ശരിയായ സ്ഥാനത്ത് എത്തിക്കുന്നു. യൂസർ ഗ്രൂപ്പ് കണ്ടന്റ് ടൈപ്പിന്റെ ഫുൾ ഡിസ്പ്ലേ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. സ്ട്രക്ചറിലെ കണ്ടന്റ് ടൈപ്സ്, പിന്നെ യൂസർ ഗ്രൂപ്പിലെ മാനേജ് ഡിസ്പ്ലേ എന്നിവ ക്ലിക്ക് ചെയ്യുക. ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ വ്യൂസ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കസ്റ്റം ഡിസ്പ്ലേ സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫുൾ കണ്ടന്റ് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ഏത് ഡിസ്പ്ലേയും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഫുൾ കണ്ടന്റ് തിരഞ്ഞെടുക്കുക. നമ്മൾ ഇവന്റ്സ് ചെയ്തതുപോലെ തന്നെയാണ് ഇത്. ഗ്രൂപ്പ് വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷന് മുകളിലായി സ്ഥാപിക്കുക. പിന്നീട് സൈറ്റ് ഇൻലൈൻ, ലേബൽ ഇൻലൈൻസ് നിർമ്മിക്കുവാൻ വേണ്ടി ഗ്രൂപ്പ് കോണ്ടാക്ട്, ഇമെയിൽ എന്നിവ ഒരുമിച്ച് കൊടുക്കുക. ഇമെയിൽ ലിങ്ക് കൊടുക്കുന്നതിനേക്കാൾ ഇമെയിൽ പ്ലെയിൻ ടെക്സ്റ്റായി വിടുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തെന്നാൽ ഞാൻ എന്റെ സ്വതവേയുള്ള ഇമെയിൽ പ്രോഗ്രാം ആർക്കും അയക്കുവാനായി ഉപയോഗിക്കാറില്ല. ഞാൻ ഇത് പ്ലെയിൻ ടെക്സ്റ്റായി വിടുവാൻ താൽപര്യപ്പെടുന്നു. ഗ്രൂപ്പ് എക്സ്പീരിയൻസ് ലെവൽ എന്നത് എബോവ് ആയി വിടുക. എന്തെന്നാൽ അത് എക്സ്പീരിയൻസസിന്റെ ഒരു ലിസ്റ്റ് ആണ്. ഇവന്റ് സ്പോൺസർഡ് എന്നത് എബോവ് ആക്കി വിടുക. അവസാനം ഫോർമാറ്റ് എന്നത് ലേബൽ ആക്കി വിടുക. നമുക്ക് എന്റിറ്റി ഐഡി അല്ലെങ്കിൽ റെൻഡേർഡ് എന്റിറ്റി കൂടി തിരഞ്ഞെടുക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു കൂട്ടം ഇവന്റ് പേജസ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഇത് ലേബൽ ആക്കി വിടുന്നു. ഇവിടെ ലിങ്ക് ടു ദി റെഫറൻസ്ഡ് എന്റിറ്റി എന്നത് ഉണ്ട്. ഇതുപയോഗിച്ച് സിൻസിനാറ്റി യൂസർ ഗ്രൂപ്പിലെ ഡ്രുബൽ ക്യാമ്പ് സിൻസിനാറ്റി നമുക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്താണ് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. കണ്ടന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ലിസ്റ്റിൽ നിന്ന് യൂസർ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഗ്രൂപ്പ് വെബ്സൈറ്റ്, ഡിസ്ക്രിപ്ഷൻ, കോണ്ടാക്ട് ഇൻഫർമേഷൻ എന്നിവ ഉണ്ട്. ഇത് ഡിവൽ ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൂടാതെ ഡിവൽ ക്രിയേറ്റ് ചെയ്ത ഒരു കോണ്ടാക്ട് ഇമെയിൽ, അതായത് ഫേക്ക് ഐഡി കൂടി ഉണ്ട്. ഒരു പ്രധാന കാര്യം അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് ഗ്രൂപ്പ് എക്സ്പീരിയൻസ് ലെവൽ. ചിലപ്പോൾ ഡിവൽ എന്തെങ്കിലും 2 തവണ തിരഞ്ഞെടുത്തിട്ടുണ്ടാകാം. നമ്മൾ അത് ഇപ്പോൾ അങ്ങനെ വിടുന്നു. അവസാനമായി ഇവന്റ് സ്പോൺസർഡ് എന്നത് ഡ്രുബൽ ക്യാമ്പ് സിൻസിനാറ്റി ആണ്.
ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ ലേഔട്ട് മോഡ്യൂൾസ് കൂടാതെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ലേഔട്ട് ആണിത്. നമ്മൾ ഫുൾ കണ്ടന്റ് വിജയകരമായി പൂർത്തിയാക്കി. അടുത്തതായി ടീസർ മോഡ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത് പഠിക്കാം. നിങ്ങൾ ഇത് രണ്ടും നോക്കിയാലും അത് രണ്ടും മോശമല്ല. പക്ഷെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നമ്മുടെ ടീസർ മോഡ് നോക്കിയാൽ അത് അത്ര നല്ലതല്ല എന്ന് കാണാം. ഇത് നമുക്ക് വേഗത്തിൽ ഫിക്സ് ചെയ്യാവുന്നതാണ്. സ്ട്രക്ചർ, കണ്ടന്റ് ടൈപ്പ് എന്നിവ ക്ലിക്ക് ചെയ്യുക. ഇവന്റ്സിലെ മാനേജ് ഡിസ്പ്ലേ, ടീസർ എന്നിവ ക്ലിക്ക് ചെയ്യുക. Drupal നമുക്ക് ലിങ്ക്സും ഇവന്റ് ഡിസ്ക്രിപ്ഷനും തരുന്നു. ഇതാണ് ബോഡി ഫീൽഡ്. ഇപ്പോൾ നമുക്ക് ടീസർ മോഡ് അപ്ഡേറ്റ് ചെയ്യാം. ഇവന്റ് വെബ്സൈറ്റ് മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് ഇൻലൈൻ തിരഞ്ഞെടുക്കുക. പിന്നീട് ഇവന്റ് ഡേറ്റ് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക, കാരണം അത് പ്രധാനമാണ്. അടുത്തതായി ഇവന്റ് ലോഗോ ഡ്രാഗ് ചെയ്യുക, അത് മുകളിൽ വയ്ക്കുക. ഇവിടെ നമ്മൾ ലേബൽ എന്നത് ഹൈഡ് ചെയ്ത് അതിന്റെ ഫോർമാറ്റ് തംബ്നെയിൽ ആക്കുന്നു. നമുക്ക് നമ്മുടെ സൈറ്റിലെ ഏത് ഇമേജിനും ഇമേജ് സ്റ്റൈൽസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് പിന്നീട് പഠിക്കും. ലിങ്ക് ഇമേജസ് എന്നത് കണ്ടന്റ് ആക്കി മാറ്റുക. ഇത് ലോഗോവിനെ കണ്ടന്റിലേക്കുള്ള നേരായ ഒരു ലിങ്ക് ആക്കി മാറ്റുന്നു. അപ്ഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ലോഗോ, വെബ്സൈറ്റ്, ഡേറ്റ് എന്നിവ ഉണ്ട്. ലിങ്ക്സ് എന്നത് താഴത്തേക്ക് ഡ്രാഗ് ചെയ്യുക. അടുത്തതായി ഇവന്റ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ട്രിം ചെയ്യാം. ഗിയർ ക്ലിക്ക് ചെയ്ത് അത് 400 ക്യാരക്ടേഴ്സ് എന്നാക്കി മാറ്റുക. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ ട്രിംഡ് എന്നാക്കി മാറ്റുക. നമ്മുടെ ടീസർ മോഡിന് ഇടതുവശത്തായി ലോഗോ, വെബ്സൈറ്റ്, ഡേറ്റ്, വലതുവശത്ത് ലിങ്കോട് കൂടി ഡിസ്ക്രിപ്ഷൻ എന്നിവ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. സൈറ്റിലേക്ക് തിരിച്ചു പോകാം. Drupal ക്യാമ്പ് സിൻസിനാറ്റി അപ്ഡേറ്റ് ചെയ്തതായി നിങ്ങൾക്ക് കാണാം. ഡേറ്റ് ഫീൽഡ് നമുക്ക് പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം. ബോഡി ട്രിം ചെയ്തതായി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. സ്ട്രക്ചർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടന്റ് ടൈപ്സിലെ ഇവന്റ്സ്, മാനേജ് ഡിസ്പ്ലേ, ടീസർ എന്നിവ ക്ലിക്ക് ചെയ്യുക. ഇവന്റ് ഡേറ്റിനൊഴികെ ഇത് എല്ലാത്തിനും ശരിയാണ്. ടൈം എഗോ എന്നതിനു പകരം നമ്മൾ കസ്റ്റം തിരഞ്ഞെടുക്കുന്നു. ഡേറ്റ് ഫോർമാറ്റ്സിനായി ഇവിടെ പിഎച്ച്പി ഡോക്യുമെന്റേഷൻ എന്ന ഒരു ലിങ്ക് ഉണ്ട്. ഡേറ്റ് ടൈം ഫോർമാറ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ആദ്യം അത് ഡിലീറ്റ് ചെയ്യാം. ലോവർ കേസ് l, ക്യാപിറ്റൽ F, JS, ആൻഡ് ക്യാപിറ്റൽ Y. ഇത് അർത്ഥമാക്കുന്നത് ആഴ്ചയിലെ ദിവസം, മാസത്തിലെ ദിവസം എന്നിങ്ങനെയാണ്. ശരിയായ സഫിക്സ് ST, ND, RD, TH. 4-digit year ആണ്. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇപ്പോൾ ഡേറ്റ് എന്നതിന്റെ ഒരു പ്രിവ്യൂ കാണാം. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവന്റ് ഡിസ്ക്രിപ്ഷൻ ഇപ്പോൾ ഹൈഡ് ചെയ്യാം. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് സൈറ്റിലേക്ക് നോക്കാം. നമ്മുടെ ഇവന്റിന്റെ ടീസർ നമുക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. ടൈറ്റിൽ, ലോഗോ, വെബ്സൈറ്റ്, ഇവന്റ് ഡേറ്റ് എന്നിവ ഉണ്ട്. നമ്മുടെ യൂസർ ഗ്രൂപ്പിന്റെ ടീസർ മോഡ് അപ്ഡേറ്റ് ചെയ്യാം. സ്ട്രക്ചറിലെ കണ്ടന്റ് ടൈപ്സ് ക്ലിക്ക് ചെയ്യുക. പിന്നീട് യൂസർ ഗ്രൂപ്പ്സിൽ മാനേജ് ഡിസ്പ്ലേ ക്ലിക്ക് ചെയ്യുക. ടീസർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് കുറച്ച് വ്യത്യസ്തമാണ്. എന്തെന്നാൽ നമുക്ക് ഇവിടെ ഇമേജ് ഇല്ല. നമുക്ക് ഒരു യൂസർ ഗ്രൂപ്പ് ലോഗോ കൊടുക്കാവുന്നതാണ്. മുകളിലായി യൂസർ ഗ്രൂപ്പ് വെബ്സൈറ്റ് കൊടുക്കാം. നമ്മൾ യൂസർ ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. നമുക്ക് ഗ്രൂപ്പ് കോണ്ടാക്ട് ഇമെയിൽ സൂക്ഷിക്കാം. ഗ്രൂപ്പ് വെബ്സൈറ്റ്, കോണ്ടാക്ട് ഇമെയിൽ എന്നിവ ലേബൽ ഇൻലൈൻ ആക്കി മാറ്റാം. ഇവിടെ വീണ്ടും ഫോർമാറ്റ് പ്ലെയിൻ ടെക്സ്റ്റ് ആയി വിടുവാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ ഞാൻ എന്റെ ഡിഫോൾട്ട് ഇമെയിൽ ഉപയോഗിക്കുന്നില്ല. ഇത് വളരെ എളുപ്പത്തിലുള്ള ഒരു ടീസർ മോഡാണ്. സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തിരികെ സൈറ്റിലേക്ക് പോകാം. റീഡ് മോർ ഓപ്ഷനോട് കൂടിയ കോണ്ടാക്ട് ഇമെയിൽ, ഗ്രൂപ്പ് വെബ്സൈറ്റ് എന്നിവ നമ്മുടെ സിൻസിനാറ്റി യൂസർ ഗ്രൂപ്പിന് ഉണ്ട്. നമ്മൾ ഫുൾ കണ്ടന്റിനും ടീസർ മോഡിനും വ്യൂ മോഡ്സ് ഇങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്തത്. വരും ട്യൂട്ടോറിയലുകളിൽ ലാൻഡിംഗ് പേജിനെ കുറിച്ചും യൂസബിൾ ഫോമിൽ കണ്ടന്റ് കിട്ടുന്നതിനെ കുറിച്ചും പഠിക്കും. ഇതോടുകൂടി ഈ ട്യൂട്ടോറിയൽ അവസാനിക്കുന്നു. സംഗ്രഹിക്കുക. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിച്ചത് ഡിസ്പ്ലേ, മാനേജിംഗ് ഫുൾ കണ്ടന്റ് ഡിസ്പ്ലേ, മാനേജിംഗ് ഡിസ്പ്ലേ ടീസർ,
ഈ വീഡിയോ അക്വ, ഒഎസ് ട്രെയിനിംഗ് എന്നിവയിൽ നിന്ന് സ്വാംശീകരിച്ച് ഐഐടി ബോംബെയിലെ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് പുതുക്കി നിശ്ചയിച്ചു. ഈ ലിങ്കിൽ ലഭ്യമായ വീഡിയോ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. ദയവായി ഡൗൺലോഡ് ചെയ്ത് കാണുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ച് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൺ ട്യൂട്ടോറിയലിന് ഫണ്ട് കൊടുത്തത് NMEICT, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, NVLI, മിനിസ്ട്രി ഓഫ് കൾച്ചർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പങ്കെടുത്തതിന് നന്ദി. ഐഐടി ബോംബെയിൽ നിന്നും വിജി നായർ.